അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഞാൻ എൻ്റെ റൂമിൽ തന്നെയാണ് ഗൈസ് ഇൻട്രോ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. വേറെ ഒന്നല്ല, ഇന്നലെ നിങ്ങളെല്ലാവരും കണ്ടല്ലോ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കല്യാണമാണെന്ന്. അപ്പോൾ ഞാനവിടെ പോയി നോക്കിയിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഞാൻ മൂഞ്ചി ഗൈസ്, വേറെ ഒന്നുമല്ല. ഞാൻ വിചാരിച്ചു പാട്ട് നിന്നപ്പോൾ പോയി എടുത്തതാണ്. ഒരു രക്ഷയില്ല, നല്ല പാട്ട്. ഇപ്പോഴും ഇവിടേക്കും ഞാൻ ഡോർ അടിച്ചിട്ടും ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. ഇനി ഇതിൽ എത്രമാത്രം ഉണ്ടോയെന്ന് പഠിച്ചോന്നറിയാം. പേടിയാണ്, കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം പേടിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള വേറൊരു കാര്യം കൂടി. എല്ലാവർക്കും അറിയാൻ മതിയായിരിക്കും, കുറച്ച് ആളുകൾക്കെങ്കിലും. 11 വർഷം കഴിഞ്ഞ് എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ട്. അപ്പോൾ ഉപ്പ മരിച്ചിട്ട് ഒരു കൊല്ലം തികയുന്നതിന് മുൻപ് തന്നെ എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു പ്രപ്പോസലായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ആരാ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ വന്നപ്പോൾ എൻ്റെ ഉപ്പ മരിക്കുമ്പോൾ 48 വയസ്സ് കഴിഞ്ഞ് 49 വയസ്സാണ് എൻ്റെ ഉപ്പക്ക്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അസുഖമാണെന്നും ഞാൻ ഏറെക്കുറെ ആളുകൾക്കറിയാം. മൂത്രസഞ്ചിയിൽ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഉപ്പ മരണപ്പെടുമ്പോൾ എന്തായാലും അറിയാതിരിക്കുമല്ലോ ഉമ്മയും എത്രമാത്രം ചെറുതാണെന്ന്. ചെറുത് എന്നല്ലട്ട ഞാൻ ഉദ്ദേശിച്ചത്, എത്രമാത്രം പ്രായം കുറവാണെന്ന്. അപ്പോൾ ഉമ്മയും കല്യാണപ്രായമൊന്നും വിട്ടിട്ടില്ല. ഇന്ന് ഒരുപാട് സ്ത്രീകൾ എൻ്റെ ഉമ്മാൻ്റെ അതേ ഏജിലുള്ളവർ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് വിവാഹം കഴിക്കുന്നത്. ഉമ്മാൻ്റെ എപ്പോഴത്തെ ഏജിൽ പോലും കല്യാണം നോക്കുന്നുണ്ട്. അത് ഓരോ കാര്യമാണ്. അപ്പോൾ ഉമ്മക്ക് ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നപ്പോൾ ഞാനിത് പറയാൻ കാരണം വേറെ ഒന്നല്ല, എൻ്റെ മുഖത്ത് നോക്കി അവർ പറയാണ്, നിന്നെ കല്യാണം കഴിക്കാൻ ഒരാൾ വരും, ആർക്കും പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ മോളെ കാര്യമാണ്. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ കേൾക്കണം. ആരോ അവിടെ ഇവിടെയും പറയുന്നതല്ല, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ പറയാണ്, ഇവള് കാരണം, ഇവള് ഉണ്ടായിട്ടാണ് പ്രശ്നം. ഇങ്ങനൊരു കുട്ടി ആയതുകൊണ്ടാണ്, അതായത് ഞാൻ നടക്കാത്തൊരു കുട്ടി ആയതുകൊണ്ടാണ്. അല്ലാന്ന് വെച്ചാൽ നിന്നെ സ്വീകരിക്കാമായിരുന്നു. എൻ്റെ ഉമ്മ ആ ടൈമിൽ കൊടുത്ത മറുപടി എന്താണെന്നല്ലോ, ഉമ്മ പറഞ്ഞു, ഉമ്മ ഞാൻ ആദ്യമായിട്ട് ഉമ്മ അങ്ങനെ ആ ഒരു സമയത്ത് ഉമ്മ അപ്പോഴും ശരിയായിട്ടില്ലായിരുന്നു ഉമ്മൻ്റെ മൈൻഡൊന്നും. ഉമ്മ എല്ലാവർക്കും അറിയാലോ ഉപ്പ മരണപ്പെട്ട നമ്മളെ ഉമ്മമാരുടെ അവസ്ഥ കഴിഞ്ഞെന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരിത് കൊണ്ടുവന്നപ്പോൾ ഉമ്മ പറഞ്ഞത് എന്താ അറിയോ, എനിക്ക് ആരെയും ഇനി കല്യാണം കഴിക്കേണ്ട, ഈ ദുനിയാവിൽ എൻ്റെ ഭർത്താവ് അതാണ്, നാളെ ആഖിറത്തിലും എൻ്റെ ഭർത്താവ് അതായിരിക്കണം, എനിക്ക് മറ്റൊരാളെ വേണ്ട. നിങ്ങളിനി എൻ്റെ മോളിങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങൾ എന്താ കരുതിയത് ഞാൻ കല്യാണം കഴിക്കുന്നതാണോ? ഒരിക്കലും ഇല്ല. അത് എൻ്റെ ഉമ്മ പറയുന്നതും ഞാൻ കേട്ട് ഞാൻ വിചാരിച്ച് അന്നേരം ഞാൻ ചിന്തിച്ചത് എന്താ പറയുക, ഞാൻ അങ്ങനെ ആയിട്ടാണോ പഠിച്ചോണേ? കാരണം ഒരാളെ മുഖത്ത് നോക്കി ഒരാളെ ന്യൂനത വെച്ചിട്ട് സംസാരിക്കുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് ആർക്കും മനസ്സിലാവില്ല. അത് അനുഭവത്തിൽ വന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതും എന്നെ കുഞ്ഞുനാളിലേ അറിയുന്ന ആൾക്കാർ. അപ്പം നീയാണ്, അപ്പം ആരായാലും ചിന്തിക്കൂലേ നമ്മളാണോ തടസ്സമെന്ന്. അപ്പോൾ എൻ്റെ ഉമ്മ കല്യാണം കഴിക്കില്ല എന്ന് ഞങ്ങൾക്ക് 2 മക്കൾക്കും അറിയാം, പക്ഷെ അവർക്കറിയില്ലല്ലോ. അപ്പം എൻ്റെ ഉമ്മയുടെ മനസ്സിലത്തതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആവണം ഓരോ ആളുകൾ. നമുക്ക് പഠിച്ചുകൊണ്ട് തന്നെ റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകി പോയാൽ പിന്നെ അത് നമ്മളേറെ ഒരുപാട് സ്ത്രീകൾ അങ്ങനെ തന്നെയാണ് അല്ലേ. പക്ഷെ കുറ്റം പറയാൻ പറ്റില്ല, സാഹചര്യം കൊണ്ട് ചിലർ കല്യാണം കഴിക്കുന്നവരുണ്ട്. എല്ലാവരും ഒരുപോലെ ആവണം എന്നില്ലല്ലോ. നമുക്ക് 2 ആങ്ങളമാരുണ്ട്, അപ്പോൾ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. എന്നാലും ഞാൻ എൻ്റെ ഉമ്മയെ മാതൃകയാക്കി, കാരണം എൻ്റെ ഉമ്മ പറഞ്ഞ വാക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പിന്നേൻ്റെ ശേഷം അപ്പം എൻ്റെ ഫ്രണ്ട്സ് പോലും കൊണ്ടുവന്നിട്ടില്ല, കാരണം അവർക്കറിയാം ഉമ്മ എങ്ങനെ, എന്താ ഉപ്പയും ഉമ്മയും എങ്ങനെ. അതിപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും അറിയട്ടോ. എല്ലാവരും ഭാര്യയും ഭർത്താവായപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയല്ലേ ഒരു ഭാര്യയും ഭർത്താവും. ശരിയാണ്, പക്ഷേ എനിക്ക് ഹേർട്ടായ കാര്യമാണ് ഞാനിപ്പം പറഞ്ഞത്. ഒരു വൈകല്യം വന്നാലറിയാം അതിൻ്റെ അവസ്ഥ. ആ അവസ്ഥ വന്നവർക്ക് മാത്രമേ മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്നലെ എനിക്ക് നല്ലൊരു സങ്കടമുണ്ട്. ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോ ഇട്ടപ്പോൾ, ഇനിയാന്ന് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ സജി KP എന്ന് പറഞ്ഞ് സാജിത എന്നാണ് ID, എന്നോട് പറഞ്ഞ് ഞാനും നിന്നെ പോലെ ഭിന്നശേഷിയാണ്, നിൻ്റെ നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ എൻ്റെ നമ്പർ ഇട്ടിട്ടില്ല. അറിയാലോ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ എൻ്റെ നമ്പർ ആഡ് ചെയ്താൽ ശരിയാവത്തില്ല.
ഞാൻ പറഞ്ഞു ഇൻസ്റ്റയിൽ ഉണ്ടെങ്കിൽ ഞാൻ പ്രൈവറ്റായിട്ട് തരാമെന്ന്. പുള്ളിക്കാർക്ക് ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ഭയങ്കര വിഷമമുണ്ട് എനിക്ക്. കാരണം ചോദിച്ചിട്ട് ഒരു മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഉമ്മാൻ്റെതാണ് എൻ്റെ നമ്പർ എന്ന് വെച്ചാൽ നോർമൽ കോൾ ഉമ്മാൻ്റെതാണ്. എനിക്ക് വാട്സപ്പ് മാത്രമേ ഞാൻ യൂസ് ആക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ വിചാരിക്കും ബാക്കിയുള്ളവർക്കൊക്കെ നോക്കി കൊടുത്ത്. ബാക്കിയുള്ളവരെന്ന് പറയണ്ട, എൻ്റെ പഴയ ചാനലിൽ നിന്ന് അപേക്ഷിച്ച് ഇന്നിപ്പോൾ ഈ ഒരു ന്യൂ ചാനലിൽ കുറച്ച് ആളുകൾ അറിയപ്പെടുന്നുണ്ട്. അത് യൂട്യൂബേഴ്സ് എന്ന നിലക്ക് ഒരു 2-3 യൂട്യൂബേഴ്സും ബാക്കിയെല്ലാം എൻ്റെ സബ്സ്ക്രൈബേഴ്സുണ്ട്. ബാക്കിയെല്ലാം എന്ന് പറയണ്ട, ഒരു 2-3 ആൾ. അതിപ്പോൾ ഇൻസ്റ്റ വഴിയാണ് കൊടുത്തത്, അല്ലാണ്ട് ഒന്നല്ല. അപ്പോൾ അതുപോലെ അങ്ങനെ എന്നെ അത്രയും ഇഷ്ടപ്പെട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ പ്രൈവറ്റായിട്ട് വന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ കോൺടാക്റ്റ് ആക്കും. അല്ലാണ്ട് അതുകൊണ്ടാണ് ഒന്നും ഈ ആൾ വീഡിയോ എൻ്റെ കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നും തോന്നരുത്. സാജിദ എന്ന് പറഞ്ഞ സഹോദരിനോട് ഞാൻ പറയാണ്, എനിക്കൊരു ജാടയ കാര്യം ഒന്നും ഉണ്ടായിട്ടല്ല, എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വേറെ എന്തെങ്കിലും വഴി ഉണ്ടോയെന്ന് വേറൊരു വഴിയും ഇല്ല. ഇൻസ്റ്റയിൽ മാത്രമേ വന്നാലേ ഉള്ളൂ പറയാൻ പറ്റുക. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഇതിൽ പറയാണ്. എന്നോട് ദേഷ്യം തോന്നിയിട്ട് എന്നോട് പറഞ്ഞു നിൻ്റെ വീഡിയോ കണ്ട് സങ്കടമായി എന്നൊക്കെ. അപ്പോൾ ശരിയാണ്, അവർക്ക് മനസ്സിലാവും. കാരണം അവർ എന്നെ പോലെ ആണെന്ന് പറഞ്ഞ്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും എന്നെ പോലെ ആവണം എന്നല്ല കേട്ടോ ഞാൻ പറയാം. ചിലരങ്ങനെയാണ്, ഫാമിലി ആണെങ്കിൽ ഒന്നും നോക്കൂല, അങ്ങോട്ട് മുഖത്തടിച്ച പോലെ പറയും. എന്താ പറയുക, ഏതാ പറയുക, ഒന്നും നോക്കൂല. പിന്നെ അറിവില്ലായ്മയല്ലേ, അത് ഞാനും സഹിച്ച്. അപ്പോൾ ഞാനത് നിങ്ങളോട് പറയുന്നത് വേറെ ഒന്നല്ല, എനിക്ക് ഹേർട്ടായിട്ടുള്ളൊരു കാര്യമാണ്, അതെൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഇപ്പം എന്നും എനിക്ക് കേൾക്കുന്ന ഒരു പരിഹാസമാണ്, എന്താ പൊട്ടിയിട്ട് മേക്കപ്പ് ഓവറാണ് നീ. ഞാൻ ഒരു മുത്തുനാവാന്നുള്ളൊരു പാട്ടിട്ടപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു പാട്ടൊക്കെ ഉഷാറാണ്, നിൻ്റെ ലിപ്സ്റ്റിക്ക് കുറച്ച് കൂടുതലാണെന്ന്. ഇത് ഫിൽറ്ററാണ്. ഞാൻ ഈ ഷോർട്സിൽ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇട്ടതിനും കൂടുതൽ കാണിക്കും, അതാണ് ഒന്ന്. പിന്നെ ഇപ്പം ഞാനിപ്പം നിൽക്കുന്ന റിലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇതിനെന്താ കേൾക്കാമെന്ന് പഠിച്ചോന്നറിയാം. സാരമില്ല, അതും കുഴപ്പമില്ല. നെഗറ്റീവ് അടിച്ചാലും നമ്മൾ അറിയപ്പെട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഒരാൾ അതിൻ്റെ അടുക്ക് വേറൊരു കാര്യം പറഞ്ഞു. എന്താ അറിയോ, ഞാനൊരു ലൈവ് ചെയ്തപ്പോൾ ഹൈലൈറ്റ് ലൈവ് വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, എന്തോ താടി നീ കോപ്രായം കാണിക്കുന്നത്, നിൻ്റെ മുഖം കണ്ടിട്ട് ഛർദ്ദിക്കാൻ വരുന്നത്. അപ്പം ഞാൻ എന്താ പറഞ്ഞറിയാം, ഒന്നും മിണ്ടിയില്ല. അതിന് ഞാൻ കൊടുത്ത മറുപടി എൻ്റെ റബ്ബിൻ്റെ അടുത്താണ്. പബ്ലിക്കായിട്ട് അങ്ങനെ പറഞ്ഞ് എനിക്കറിയാം എൻ്റെ മുഖം കണ്ട് ആർക്കും ഛർദ്ദിക്കാനൊന്നും വരില്ലയെന്ന്. പിന്നെ നിങ്ങൾ പറയുന്ന കാര്യം പടച്ചോനൊന്ന് ദ്വാക്ക് ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കഥ. ഈ കാണുന്ന ഞാനും പറയുന്ന ഊരും എത്ര കുളിച്ച് ഫ്രഷായി നിന്നിട്ടും കാര്യമില്ല. ഒരു അസുഖം വന്നാൽ അറയ്ക്കുന്ന പോലാവും മനുഷ്യ ശരീരം ഇല്ലേ. ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കാണുന്നതൊന്നുമല്ല, ഒക്കെ റബ്ബിൻ്റെ അനുഗ്രഹം. എനിക്കായാലും നിങ്ങൾക്കായാലും ഊർക്കായാലും. അപ്പം പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കണ്ടാൽ ഛർദ്ദിക്കുന്ന രൂപം ഊർക്കള്ള കൊടുക്കാതിരിക്കട്ടെ, ഞാൻ അത്രേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പം ഞാനത് പറഞ്ഞേ ഉള്ളൂ, ഞാൻ അപ്പം റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. പറയുമ്പോൾ ഒന്നും ഓർക്കണം, ഊർക്കും മരിച്ചു പോകേണ്ടതാണ്. എൻ്റെ പൊരുത്ത് ഒരിക്കലും ഉണ്ടാവില്ല, ഉറപ്പ്. കാരണം അത്രയാണ്. എന്തും പറയാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നും പറയരുത്. അപ്പം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ. ഞാൻ അന്നേരം റബ്ബിനോട് കൊടുത്തതാണ്, ഓരോ മുഖം കണ്ടിട്ട് ഛർദ്ദിക്കുന്ന രൂപം വരുത്തരുത്. മറ്റുള്ളവർക്ക് എത്ര അണിഞ്ഞൊരുങ്ങിയാലും മനുഷ്യൻ്റെ കാര്യം കഴിഞ്ഞ്, ഒരു അസുഖം വന്നാൽ എല്ലാം കഴിഞ്ഞ്, എല്ലാം. അള്ളാഹു മാറാരോഗം തരാതിരിക്കട്ടെ. കാരണം എൻ്റെ ഉപ്പക്ക് തോന്നുന്നതുകൊണ്ട് പേടിയാണ്. പഠിച്ച റബ്ബ് ആർക്കും തരാതിരിക്കട്ടെ. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ ഒരു അനുഭവം ഞാനൊന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ ചിലർ മുഖത്ത് നോക്കി പറഞ്ഞത്. എനിക്കും ഒരുപാട് ഘട്ടങ്ങളിലൂടെ തന്നെയാണ് ഞാനും കടന്നു വന്നത്. ഇപ്പോഴും ഈ കാണുന്ന മറ്റേ ഇതിൽ പറയുന്ന പോലെ ഈ കാണുന്ന ചിരിയും കളിയും ഒന്നല്ല, ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. പക്ഷെ അതെൻ്റെ റബ്ബിൻ്റെ അടുത്ത് അത്രയേ ഉള്ളൂ. അപ്പം ഇതിൽ പറയേണ്ടത് ഇതിൽ പറയുന്നു, റബ്ബിന് കൊടുക്കേണ്ടത് റബ്ബിന് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അവിടെ പാട്ട് നിന്നും തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്താ അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.